ഹായ്, ഇത് നമ്മുടെ സുഹൃത്ത് നിസാറിൻ്റെ പുതിയ ടൊയോട്ട ഹൈറൈഡറിൽ ഇന്നിപ്പോൾ ഡെലിവറി കിട്ടിയാണ്. നമ്മളിതിൽ ഒരു യാത്ര പോവാണ്. അപ്പോൾ എങ്ങോട്ട് പോകാമെന്നുള്ളൊരു ഇത് വന്നപ്പോൾ കക്കാടംപൊയിൽ മലയൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ച്. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. വണ്ടി എങ്ങനെയുണ്ട്, അതെ, വണ്ടിയുടെ പവറും അതേമാതിരി കക്കാടംപൊയിലും എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അഭ്യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്ര കക്കാടംപൊയിലേക്കാണ്. മലപ്പുറവും കോഴിക്കോടുമായി അതിർത്തി പങ്കിടുന്ന കക്കാടംപൊയിലേക്ക് നിലമ്പൂരിൽ നിന്ന് 25 കിലോമീറ്ററും കോഴിക്കോടിൽ നിന്ന് 47 കിലോമീറ്ററുമാണ് ദൂരം. അകമ്പാടം കഴിഞ്ഞ് മൂലേപ്പാടം പാലം കഴിയുമ്പോൾ തന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയുടെ ഒരു ഏകദേശ രൂപം നമ്മൾക്ക് പിടികിട്ടും. കയറ്റമൊക്കെ തുടങ്ങും. രണ്ടു വശത്തും ഇടതൂർന്ന് നിൽക്കുന്ന മുളകളും വലിയ വലിയ മരങ്ങളും പിന്നെ റോഡിന് അടുത്തൂടെ തന്നെയായിട്ട് ഒഴുകുന്ന പുഴയും, മൊത്തത്തിൽ നമുക്കൊരു കാടിൻ്റെ എല്ലാ വൈബും ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ ഹൈറൈഡർ ഈ കയറ്റമൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് തന്നെ കയറ്റങ്ങൾ കയറുന്നുണ്ട് കേട്ടോ. ഇത് ഈ റൂട്ടിലുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇതിലേ പോകുന്ന മിക്കവരും ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകാറുള്ളത്. കോടമഞ്ഞും അതിമനോഹരമായ ഭൂപ്രകൃതിയും കൊണ്ട് അനുഗ്രഹീതമാണ് ഈ മലയോര മേഖല. ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് റിസോർട്ടുകളും ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്നും അകമ്പാടം വഴിയാണ് നമ്മൾ കക്കാടംപൊയിലേക്ക് പോകുന്നത്. അകമ്പാടത്തേക്ക് പോകുന്ന വഴിയിലാണ് കുരിശുപാറ. നിലമ്പൂരിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ കുരിശുപാറയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വെണ്ടേക്കുംപൊയിൽ. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പുതിയതായ ഒരു അഡ്വഞ്ചർ പാർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അവിടേക്കൊന്ന് പോകാമെന്ന് കരുതിയതാണ്. പക്ഷെ മഴ സമ്മതിക്കും തോന്നുന്നില്ല. കോഴിക്കോട് ജില്ല ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. റോഡരികിൽ ഫോഗി മൗണ്ടൻ അഡ്വഞ്ചർ പാർക്കിൻ്റെ ബോർഡ് കണ്ടു. എന്തായാലും ഒന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. ആ വഴി മുകളിലോട്ട് കയറി കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ പാർക്കിൻ്റെ ഗേറ്റ് കാണാം. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പാർക്കിൻ്റെ പ്രവർത്തന സമയം. വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പാർക്കിനുള്ളിലേക്കുള്ള പ്രവേശന ഫീസ്. മെയിൻ എൻട്രൻസിൽ നിന്നും പാർക്കിനുള്ളിലേക്ക് വരുന്ന വഴിയാണിത്. റൈഡുകൾക്കൊക്കെയുള്ള ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ഓരോ റൈഡിലും പ്രത്യേകം ടിക്കറ്റ് എടുത്ത് കയറുന്നതിലും ലാഭം കോംബോ പാക്ക് എടുക്കുന്നതാണ്. മുതിർന്നവർക്ക് 799 രൂപയും കുട്ടികൾക്ക് 299 രൂപയും നൽകിയാൽ മതി. സിപ്പ് ലൈൻ, ജെൻസിംഗ്, വേർപൂൾ, റോക്കറ്റ് എജക്ടർ, ഹൈ റോപ്പ് ആക്ടിവിറ്റീസ്, റോപ്പ് റൈഡർ, ബുൾ റൈഡ്, ഹ്യൂമൻ ഗെയ്റോ, സ്പിന്നർ, 360 സൈക്കിൾ, കിഡ്സ് പാർക്ക്, റെയിൻ ഡാൻസ്, വാട്ടർ സൈക്കിൾ, കയാക്കിംഗ്, ഷോബിംഗ്, ബബിൾ ഹൗസ്, കിഡ്സ് ബോട്ട്, സ്കൈ സൈക്കിൾ, ബർമ ബ്രിഡ്ജ്, സ്കൈ റോളർ, റോക്ക് ക്ലൈംബിംഗ്, ആർച്ചറി, ഇൻഫ്ലേറ്റബിൾ പാർക്ക് തുടങ്ങി 23 റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. താങ്ങാവുന്ന ബഡ്ജറ്റിൽ ഫാമിലിയോടൊപ്പം വന്ന് അടിപൊളിയാക്കാൻ പറ്റിയ സ്ഥലമാണ് ഫോഗി മൗണ്ടൻ. ഇതാണ് സ്കൈ റോളർ, സ്കൈ സൈക്ലിംഗ്. ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ കോടമഞ്ഞാണ്. കൃത്യമായിട്ട് അറിഞ്ഞ് കണ്ട് തന്നെയാണ് അവർ പേരിട്ടേക്കുന്നത്. ഈ കോടമഞ്ഞ് തരുന്നൊരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് ഒരു സംഭവമാണ്. കക്കാടംപൊയിൽ നിൽക്കുന്ന നിപ്പിൽ കോട മൂടും, അതുപോലെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതൊക്കെ തന്നെയാണ് ഇവിടെ
ഇത്രയധികം ആൾക്കാർ വരാനും ഇത്രയും സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡെസ്റ്റിനേഷൻ ആയതും. കേബിൾ റൈഡറിൽ ഈ കോടമഞ്ഞിനിടയിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. റോക്കറ്റ് എജക്ടർ സംഭവം സെറ്റാണ്. ഓഗി മൗണ്ടൻ വേറെ ലെവലാണ് മക്കളെ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. $700 മീറ്റർ നീളമാണ് ഇവിടുത്തെ സിപ്പ് ലൈനുള്ളത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? ലൈക്കും ഷെയറും കമൻറ്റും ചെയ്താൽ ഇനിയുള്ള യാത്രകൾ നമുക്ക് ഒരുമിച്ച് പോകാം. ഹ്യൂമൻ ഗൈറോ ഒരൊന്നൊന്നര സംഭവം കേട്ടോ. പോയ കിളി തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. എല്ലാ സമയവും നമ്മൾക്ക് പൂൾ ഉപയോഗിക്കാമെങ്കിലും 1 മണി, 3 മണി, 5 മണി, 7 മണി എന്നിങ്ങനെ 4 സമയങ്ങളിലായിട്ടാണ് വേവ് പൂൾ പ്രവർത്തിപ്പിക്കുക. ഇതാണ് ബർമ ബ്രിഡ്ജ്. താഴെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡോം കണ്ടു. അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. പണി അവസാന ഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് തുറന്നു കൊടുക്കുമെന്ന്. എന്തായാലും ഒരു ദിവസം വന്ന് ഇതിനുള്ളിൽ താമസിക്കണം. ഈ ഡോം AC-യും ബാത്ത് അറ്റാച്ച്ഡുമാണ്. ഇതിനോട് ചേർന്നിട്ട് ഒരു ബാത്ത് ടബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് മനസ്സും ശരീരം ഒരുപോലെ തണുപ്പിക്കാം. ഇവിടെ കുട്ടികൾക്കായി വിശാലമായൊരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം
തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ പോയി കണ്ടോ കൂടാരങ്ങൾ. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ബാക്കിലത്തെ ഇത് കണ്ടാൽ അറിയാം. നല്ല രസം. ക്ലൗഡി ഒന്നും അല്ലാത്ത സമയത്ത് ഈവനിങ്ങിൽ കോഴിക്കോട് ബീച്ച് വരെ കാണാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ്. അന്നേരം ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ 22 ഗ്ലാമ്പിംഗ് ടെൻറ്റുകളാണ് താമസത്തിനായി ഒരുക്കിയിട്ടുള്ളത്. 2 തരം പാക്കേജുകളാണുള്ളത്. ഒന്ന് പാർക്കിലത്തെ റൈഡുകൾ നമുക്ക് ഉപയോഗിക്കാം, മറ്റൊന്നിൽ താമസം മാത്രമാണുള്ളത്. 3 മണിയാണ് ചെക്ക് ഇൻ ടൈം, 11 മണി ചെക്ക് ഔട്ട് ടൈമുമാണ്. വൈകുന്നേരത്തെ ടീ, സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് പാക്കേജ് വരുന്നത്. രാവിലെ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് ഓഫ് റോഡ് യാത്രയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഓഫ് റോഡ് യാത്രയും പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. ഈ യാത്രയെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. നിങ്ങൾക്കിവിടെ താമസിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും സന്ധിക്കവരേക്കും വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം അഭി.